കാലാവസ്ഥയുടെ വിവരങ്ങളുമായി അശ്വതി വിശ്വനാഥനാണ് ചേരുന്നത്. അശ്വതി, ഇന്നലെ വൈകിട്ടൊക്കെ ചെറിയ മഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിയിൽ കേട്ടോ. ബാക്കി എല്ലായിടത്തും എങ്ങനെയാണെന്നറിയില്ല. പൊതുവെ സ്ഥിതി എങ്ങനെയാണ്? ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് ഹർഷൻ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നാളെ ഈസ്റ്റർ ആയിട്ട് അതിൻ്റെ പ്ലാനിങ് ഒരുക്കത്തിലൊക്കെ ആയിരിക്കുമല്ലേ. ഈ പ്ലാനിങ് ഒക്കെ 2 ദിവസം മുമ്പേ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്ലാനിങ്ങിൻ്റെ കൂടെ നമ്മൾ അന്നത്തെ ക്ലൈമറ്റും കൂടി അറിഞ്ഞിരുന്ന ഒന്ന് സെറ്റായി. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് മാപ്പ് നോക്കുമ്പോൾ സംസ്ഥാനത്ത് 5 ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു മഴയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. അതായത് ഇന്നും മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ കാറ്റെന്ന് പറയുന്നത് മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലും പല സ്ഥലങ്ങളിലും നല്ല പോലെ മഴ ലഭിച്ചിട്ടുണ്ട്. ഈ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലൊക്കെ തന്നെ ഇടിമിന്നലോട് കൂടിയുള്ള ശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടിമിന്നൽ മുൻകരുതലൊക്കെ നമുക്ക് അധികൃതർ കൃത്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഈ മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ ഇടിമിന്നൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇടിമിന്നൽ എപ്പോഴും നമുക്ക് ദൃശ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കാനും പാടില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അതായത് ഈ ഇടിമിന്നലിൻ്റെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ചിലപ്പോൾ വീടിന് പുറത്തോ മറ്റെവിടെയെങ്കിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലുകളും അടച്ചിടുക. ഈ പരമാവധി ജനലിൻ്റെയും വാതിലിൻ്റെ ഒക്കെ അടുത്തൊന്ന് നിൽക്കാതിരിക്കുക. അടുത്തതായി പറയുന്നത് സർച്ച് പ്രൊട്ടക്ടർ ഘടിപ്പിക്കുക. അതായത് ഈ വൈദ്യുത ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഈ ഒരു സർച്ച് പ്രൊട്ടക്ടർ ഘടിപ്പിക്കുന്നത്. അതുപോലെ വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ ഒരു സമയത്ത് കെട്ടാതിരിക്കുക. അടുത്തതായി പറയുന്നത് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അടുത്ത മുൻകരുതൽ എന്ന് പറയുന്നത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് അധികൃതർ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ജാഗ്രത നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുണ്ട്. അതേസമയം ചൊവ്വാഴ്ച കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദിവസം ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ മഴയുടെ അവസ്ഥ. അതേസമയം ചൂടിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ നിലവിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില എന്ന് പരിശോധിക്കാം. നിലവിൽ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇരു ജില്ലകളിലും. പിന്നാലെ കണ്ണൂർ, തിരുവനന്തപുരം, എറണാകുളം ഈ 3 ജില്ലകളിലാണ് താപനില രേഖപ്പെടുത്തിയത്. 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രണ്ടാമതായി ഈ 3 ജില്ലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ സംസ്ഥാനത്തെ മഴയും ചൂടിൻ്റെയൊക്കെ ഒരു അവസ്ഥ. അപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ. ഹർഷൻ.